പതിപ്പിച്ചു. പാലക്കാട്ട് കൊണ്ടുപോയാൽ അവിടെ DCC അധ്യക്ഷൻ എ തങ്കപ്പനെതിരെ കോൺഗ്രസിൽ പാലക്കാട്ട് പ്രതിസന്ധിയുണ്ട്. തങ്കപ്പൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്ററുകൾ ഉയരുന്ന പശ്ചാത്തലം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പോസ്റ്ററുകൾ പതിപ്പിച്ചു. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥതാണെന്നാണ് ആരോപണം. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വിവരങ്ങൾ. പോസ്റ്റർ DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെയാണ്. തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആലത്തൂരിൽ നമുക്കറിയാം രമ്യ ഹരിദാസ് തോറ്റത്. കേരളത്തിൽ CPM ജയിച്ച കോൺഗ്രസ് പരാജയപ്പെട്ട ഏക ഒരു സീറ്റായിരുന്നു ആലത്തൂർ എന്നത് ഓർക്കണം. അവിടെ DCC അധ്യക്ഷനെതിരെയാണ് ഇപ്പോൾ പടയൊരുക്കം. വിനേഷ്, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, DCC പ്രസിഡന്റ് എ തങ്കപ്പനെതിരെ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് DCC ഓഫീസിന്റെ പരിസരത്താണ് ഇന്ന് രാവിലെ പോസ്റ്റർ കണ്ടെത്തിയത്. അതേപോലെ തന്നെ നഗരത്തിന്റെ ചില ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ DCC സെക്രട്ടറിയായ മണി ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് പരിസരത്ത് വ്യാപകമായി പോസ്റ്ററുകൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആലത്തൂർ മണ്ഡലത്തിലുള്ള തോൽവിക്ക് കാരണം തങ്കപ്പനാണ് എന്നാണ് ഇപ്പോൾ ഈ പോസ്റ്ററുകളിൽ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവിടെ സമാനമായ രീതിയിൽ തന്നെ DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെ പോസ്റ്റർ വന്നിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമ്യയുടെ പരാജയത്തിന് കാരണം രമ്യ മാത്രമാണ്, അതിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നത് അതായത് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയതിന് പിന്നാലെ ഇത് വലിയ വിവാദമാവുകയും തുടർന്ന് തങ്കപ്പനെ KPCC നേതൃത്വം ശാസിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അന്ന് വ്യാപകമായി പോസ്റ്ററുകൾ വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്കപ്പൻ രാജിവെക്കണം, DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം, ആലത്തൂർ പരാജയത്തിന് കാരണം തങ്കപ്പനാണെന്ന് ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.